വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസ്സസ്. മക്കളെ, റിവാലുവേഷൻ റിസൾട്ട് വന്നു. എക്സാം പോർട്ടലിൽ കയറി നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പൊ ചെക്ക് ചെയ്തതാണ്. ഇപ്പൊ ഗ്രേഡ് മാറിയവർ, അത് റിവാലുവേഷൻ കഴിഞ്ഞ് ഗ്രേഡ് മാറിയവർ എന്ത് ചെയ്യണം എന്ന ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചാനൽ തന്നുകൊണ്ടേയിരിക്കും. ഗ്രേഡ് മാറിയവർ എന്ത് ചെയ്യണമെന്ന് മക്കൾ വിചാരിക്കുന്നത്? ഗ്രേഡ് മാറിയവർ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ മാറിയ ഗ്രേഡ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കൂ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. മക്കൾ പേടിക്കേണ്ട, ഫസ്റ്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കും. നിങ്ങൾ അതിനൊന്നും ചെയ്യേണ്ട. സോഫ്റ്റ്വെയറിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് റിവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് 2 പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അവിടെ കൊടുക്കുക. രണ്ടാമത്തെ പ്രിന്റ് ഔട്ട് നിങ്ങൾ അടച്ച ഫീസ് തിരികെ കിട്ടാൻ സ്കൂൾ പ്രിൻസിപ്പളിന് സമർപ്പിക്കുക. അങ്ങനെ 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് മക്കൾക്ക് ആർക്കെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് റിവാലുവേഷന് ഗ്രേഡ് മാറിയിട്ടില്ലെങ്കിൽ മക്കൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആണ്. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവർ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് വെറീഡ് ആവണ്ട. നിങ്ങൾക്ക് ഉദ്ദേശിച്ച സീറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള സീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കോഴിക്കോട് 7 ജില്ലകളിലായിട്ട് 30% സീറ്റ് വരെ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ ഒന്നുകൊണ്ട് വെറീഡ് ആവരുത്. ഓക്കെ.